സെയിങ് ഐ അണ്ടർസ്റ്റാൻഡ് വിതൗട്ട് ലിസണിങ് ഫീൽസ് ഡിസ്മിസീവ്. അതായത് വെറുതെ പോയിട്ട് എനിക്കെല്ലാം മനസ്സിലാവും, അമ്മയ്ക്കെല്ലാം മനസ്സിലാവും, അല്ല അച്ഛനെല്ലാം മനസ്സിലാവും, മോള് പറ അല്ലെ മോൻ പറ എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണെന്ന് നമ്മൾ ലിസൺ ചെയ്യാതെ, അതിനെ ഫീൽ ചെയ്യാതെ എനിക്ക് മനസ്സിലാവും, എനിക്കറിയാം എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. മുൻപുള്ളവർ എൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, കുട്ടികളുമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഗെയിംസ് നമ്മളും കണ്ട് അവരുടെ കൂടെ കളിച്ച് അതെന്താണെന്ന് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ അതിനെ നമ്മൾ ഫീൽ ചെയ്യാതെ ഉപദേശങ്ങളുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവത്തില്ല. ഇവിടെ കുട്ടിക്ക് വേണ്ടത് ഉപദേശം ഇവിടെ ആവശ്യമില്ല. കുട്ടിക്ക് വേണ്ടത് ആ കുട്ടിയുടെ ഇമോഷനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ഇമോഷനെ ഫീൽ ചെയ്യുക, അതിനെ ഷെയർ ചെയ്യുക. ആ കുട്ടി ഇമോഷനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളങ്ങോട്ട് ഉപദേശം കൊണ്ട് ആ കുട്ടിയെ വീർപ്പ് മുട്ടിച്ച് കൊല്ലുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെയോ എൻ്റെയോ ഉപദേശം ആവശ്യമില്ല. പേരൻസിൻ്റെ ഉപദേശം അവർക്ക് തൽക്കാലം ആവശ്യമില്ല. അവർ ഇമോഷണലി ഓവർവെൽംഡായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ അവർക്കത് ഷെയർ ചെയ്ത് അവരുടെ വെയിറ്റ് കുറയ്ക്കുകയാണ് വേണ്ടത്. അതല്ലാതെ പേരൻസിൻ്റെ ഉപദേശം കൂടെ അതിലേക്ക് കയറ്റി വയ്ക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകും എന്ന് നിങ്ങൾ പറയണമെന്ന് പോലുമില്ല. ആ കുട്ടി പറയുന്നത് ആക്റ്റീവായിട്ടൊന്ന് ലിസൺ ചെയ്യുക. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കുക. ഇത് പേരൻസിന് മനസ്സിലാകുന്നുണ്ട് എന്ന് കുട്ടികളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി, അല്ലെ കുട്ടിയെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഉപദേശത്തിന് പകരം നിങ്ങളത് ആക്റ്റീവായി ലിസൺ ചെയ്തിട്ട് അതിനകത്തുള്ള ചില സംശയങ്ങൾ നിങ്ങൾക്ക് കുട്ടിയോട് ചോദിക്കാം. പറയരുത്. കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പറയാനാണ്, കേൾക്കാനല്ല. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കുട്ടിയെ ലിസൺ ചെയ്യാൻ പോകുമ്പോൾ കുട്ടിയോട് പറയാനായി പോകാതിരിക്കുക, കംപ്ലീറ്റ് കേൾക്കുക. കേട്ടതിന് ശേഷം ആശ്വസിപ്പിക്കുക. പിന്നെ ഒരു അവസരത്തിൽ ഇത് എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക.